ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളവർ ആരാണ് എന്ന് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള വിവരം അള്ളാഹു നമുക്ക് നൽകിയപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ അതല്ല യാത്രയിലോ ആണെങ്കിൽ മറ്റൊരു ദിവസം നോമ്പനുഷ്ഠിച്ച് വീട്ടട്ടെ എന്ന്. അപ്പോൾ രോഗം, യാത്ര തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് രൂപത്തിലാണ്. നോമ്പെടുത്താൽ രോഗം മൂർച്ഛിക്കും, അങ്ങനെയുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കാം. നോമ്പെടുത്താൽ രോഗത്തിൻ്റെ ശമനം വൈകും, അങ്ങനെയുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കാം. നോമ്പെടുത്താൽ രോഗം വരും, അവർക്ക് നോമ്പ് ഒഴിക്കാം. ഒന്നും കൂടി പറയാം. അതായത് ഫമൻകാന മിൻകും മരീദൻ ഔ അലാ സഫരി എന്ന് പറഞ്ഞ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് രോഗം കാരണം നോമ്പ് ഒഴിവാക്കാവുന്നത് 3 വിഭാഗം ആളുകൾക്കാണ്. ഒന്ന്, നോമ്പെടുത്താൽ ഉള്ള രോഗം വർദ്ധിക്കും, മൂർച്ഛിക്കും. അത്തരം ആളുകൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കാമെന്ന് പറയുന്നതിൽ നല്ല ഒഴിവാക്കാമെന്നാണ്. കാരണം പിന്നെ നോറ്റുകൊട്ടണമല്ലോ. രണ്ടാമത്തെ വിഭാഗം, രോഗം നോമ്പെടുത്താൽ അതിൻ്റെ ശമനം വൈകും, രോഗം മാറാൻ വൈകും, താമസം എടുക്കും. ഒരാഴ്ച കൊണ്ട് മാറേണ്ട 2 ആഴ്ച എടുക്കും. അങ്ങനെ. മൂന്നാമത്തത്, നിലവിൽ രോഗമല്ല, പക്ഷെ നോമ്പ് എടുത്താൽ രോഗം തിരിച്ചു വരും. അങ്ങനത്തെ ഒരു ആരോഗ്യസ്ഥിതിയിലുള്ള ആളുകൾക്ക് ഈ 3 കൂട്ടർക്കും ഈ രോഗി എന്ന അർത്ഥത്തിൽ പെടുമെന്നാണ് പറയുന്നത്. യാത്ര എന്നതുകൊണ്ട് പറയപ്പെടുന്നത് യാത്ര തന്നെ ആവണം. യാത്ര എന്ന് പറയണം. അല്ല, യാത്രയിൽ ഇപ്പോൾ യാത്ര ഈ കാലത്ത്, ആ കാലത്തൊക്കെ ചെറിയ യാത്രയാണെങ്കിൽ പ്രയാസമായിരിക്കും. പക്ഷേ ഈ കാലത്ത് പറഞ്ഞാൽ എത്ര ദൂരത്തേക്കാണെങ്കിലും വളരെ സുഖകരമായിട്ട് AC-യിൽ യാത്രകളാണ്. അപ്പൊ അതിനൊക്കെ നോമ്പ്, അതിൽ ശാരീരികമായി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇസ്ലാമിക നിയമങ്ങൾ ഭൗതിക നിയമങ്ങളെ പോലെ തന്നെ അതിൻ്റെ ബേസ് പ്രത്യക്ഷമായി ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്ന കാരണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ക്ലേശം ഉണ്ടാവില്ല ചില ആളുകൾക്ക്. എന്നാൽ വളരെ സുഖകരമായ യാത്രയാണെങ്കിലും ചിലർക്ക് വലിയൊരു അതാപം തന്നെ ആയിരിക്കും അത്. അപ്പോൾ അത് ആളുകളുടെ ആന്തരിക പ്രയാസം, ബുദ്ധിമുട്ട് എന്ന ക്ലേശം എന്നത് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്ന, തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു ബേസ് വെച്ചിട്ടാണ് ഇളവ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് യാത്രക്കാരനാണോ, അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം, നമസ്കാരം ജമ്മും കസറും ആക്കാം. എങ്ങനെയുള്ള യാത്ര, അതിപ്രയാസകരമായ യാത്ര എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അപ്പോൾ അള്ളാഹു ഇതൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയുന്നവനാണല്ലോ. എന്നിട്ടും അള്ളാഹു പറഞ്ഞത് യാത്രയിൽ ആണെങ്കിൽ എന്നാണ്. അള്ളാഹു അതാണ് പറഞ്ഞിട്ടുള്ളൂ, യാത്രയിൽ പ്രയാസപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ മശക്കത്ത്, ഒരു പ്രയാസം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഹിക്മത്ത് അതാണ്, യുക്തി അതാണ്. പക്ഷേ യുക്തി വെച്ചിട്ടല്ല നിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടത്. ട്രാഫിക് സിഗ്നൽ വെച്ചിട്ടുള്ളത്, അതിൻ്റെ യുക്തി എന്താണ്? അതായത് ട്രാഫിക് സിഗ്നൽ മുറിച്ച് കടന്നാൽ അതിന് ഫൈൻ ഉണ്ടാവും, ശിക്ഷ ഉണ്ടാവും. ട്രാഫിക് സിഗ്നലിൻ്റെ യുക്തി എന്താണ്? ഇയാൾക്ക് ശിക്ഷ കിട്ടുന്നത് സിഗ്നൽ മുറിച്ച് കടന്നു എന്നുള്ളതുകൊണ്ടാണ്. മുറിച്ച് കടന്ന സമയത്ത് റോഡ് കാലിയായിരുന്നു എന്ന് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം റോഡ് കാലിയായ സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരാൾ മുറിച്ച് കടന്നു എന്ന് വിചാരിച്ചിട്ട്. കാരണം ട്രാഫിക് സിഗ്നൽ വെച്ചതിൻ്റെ ഉദ്ദേശം ആളുകളുടെ പ്രയാസം ഇല്ലാതാക്കലാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റോഡ് മുറിച്ച് കടന്നപ്പോൾ റോഡൊക്കെ കാലിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സിഗ്നൽ മറികടന്നത് എന്ന് ഒരാൾ പറഞ്ഞാൽ രക്ഷപ്പെടില്ല. എന്നതുപോലെ ഹിക്മത്തും എല്ലത്തും എന്നതിന് പറയാം. നിയമങ്ങൾ എപ്പോഴും അയാൾ റോഡ് മുറിച്ച് കടന്നോ എന്നാൽ അയാൾക്ക് ഫൈൻ ഉണ്ടാവും, മറ്റേ ഹിക്മത്ത് അവിടെ ബാധകമല്ല. എന്നതുപോലെ നോമ്പ് യാത്രക്കാരനാണോ എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കണോ ഒഴിവാക്കണ്ടെന്ന് അയാൾക്ക് തീരുമാനിക്കാം. അതേസമയം യാത്രയിൽ അയാൾക്കോ മറ്റുള്ളവർക്കോ ദോഷകരമാവുമെന്ന് തോന്നിയാൽ ഒഴിവാക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ. യാത്രയിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പുണ്യമല്ല. കാരണം ബാക്കി കൂടെ ഉള്ളവരൊക്കെ ചിലപ്പോൾ അതിൻ്റെ പേരിൽ അടങ്ങാറാവും, ഇയാൾ തന്നെ ചിലപ്പോൾ കൂടെ ബുദ്ധിമുട്ടും. ഇപ്പോൾ ഒരു ഉമ്മ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഉമ്മാക്ക് ഷുഗറാണ്, ഷുഗർ പ്രയാസമാണ്.
നോമ്പ് പറ്റാൽ ക്ഷീണം കൂടും അതെ. എന്നൊക്കെയാണ്. ഉം. അപ്പോൾ നോമ്പ് നോൽക്കാൻ പറ്റുമോ ഇല്ലേ, ഇതാരാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്? ഉം. എനിക്ക് തോന്നുന്നത് എനിക്ക് നോമ്പ് പറ്റിച്ചിട്ട് പ്രശ്നമില്ല, പക്ഷെ ഡോക്ടർ പറയുന്നു നോമ്പ് പറ്റാൽ അത് പ്രയാസമാണ് എന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്? അത് ഈ ഡോക്ടർമാർ പല രൂപത്തിലുണ്ട്. ഷുഗർ രോഗികളോടൊക്കെ ചില ഡോക്ടർമാർ പറയും അതൊക്കെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നോമ്പിനതൊന്നും വിഷയമല്ല. ഇപ്പം ഞാൻ നോമ്പ് തുറക്കുമ്പോൾ പ്രഗത്ഭനായ ഒരു ഡോക്ടർ എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ട് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ മധുരമുള്ള ജ്യൂസ് കൊണ്ടു തന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഷുഗർ രോഗിയാണ്, അതുകൊണ്ട് ഈ ജ്യൂസ് എനിക്ക് വേണ്ട. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ഇതുവരെ വയറ് കാലിയായി കിടക്കുകയെന്നല്ലോ, നോമ്പിനൊന്നൊരു വിഷയമല്ല, നിങ്ങൾ പകുതി കുടിച്ചോളി, അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഡോക്ടർമാർ വളരെ കർശനമായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ ഇൻസുലിനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അങ്ങേ അറ്റം എത്തിയ ചില രോഗികളോട് ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ അത് വിദഗ്ധരായ ഡോക്ടർമാരാണെങ്കിൽ അത് പാലിക്കൽ നിർബന്ധമാണ്. കാരണം വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരാൾ നിർബന്ധിത സാഹചര്യത്തിൽ വേറെ ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പന്നിയിറച്ചി തിന്നാന്നുള്ള അനുവാദം നൽകി എന്തിനാ? ജീവൻ നിലനിർത്താനാണ്. അപ്പോൾ നോമ്പെടുക്കുന്നത് വഴി ഒരാൾ പിന്നെ ഇതിൽ രോഗികൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാണ്. അപ്പോൾ അതല്ല വലിയ പ്രശ്നമൊന്നുമില്ല, ഷുഗർ രോഗികളെല്ലാം ഒരുവിധം എല്ലാവരും ഷുഗർ രോഗികളാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നോമ്പ് എടുത്ത് നിന്നിട്ട് വലിയ ഒരു ഇതൊന്നുമില്ല, കൺട്രോളൊക്കെ ചെയ്തിട്ട് നോമ്പ് തുറക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നോമ്പ് എടുക്കുന്നതിന് വലിയ പ്രയാസം എന്തെങ്കിലും എടുക്കാം. എന്നാൽ അവർ പിന്നീട് നോറ്റ് വീട്ടണം. ഷുഗർ രോഗികളുടെ പ്രശ്നം എന്താ അറിയോ? നോറ്റ് വീട്ടുക എന്നുള്ളത് ഇതിനേക്കാളും പ്രയാസമായിരിക്കും. അതും ഇതേപോലെ അപ്പോൾ നോമ്പ് എടുക്കാൻ പറ്റുന്ന ഷുഗർ രോഗികളാണെങ്കിൽ നോമ്പ് എടുക്കലാണ് വേണ്ടത്. ഇനി ഒരു നിലക്കും നോമ്പെടുക്കാൻ പറ്റാത്ത അത്രയും അവശരായ ആളുകളാണെങ്കിൽ അവർ ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. ഫിദിയ